ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം സപ്തമോധ്യായം. ഇതിൽ നമ്മൾ 47-ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കാം. അതുവരെയുള്ള ഭാഗങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതേ ചതുർത്ഥസ്കന്ധേ അഥ സപ്തമോധ്യായഃ. മൈത്രേയ ഉവാച. ഇത്യജേനാനുനീതേന ഭവേന പരിതുഷ്യത അഭ്യധായി മഹാബാഹോ പ്രഹസ്യ ശ്രൂയതാം ഇതി. ശ്രീമഹാദേവ ഉവാച. നാഗം പ്രജേശബാലാനാം വർണ്ണയേനാനുചിന്തയേ ദേവമായാഭിഭൂതാനാം ദണ്ഡസ്തത്ര ധൃതോ മയാ. പ്രജാപതേർദഗ്ധശീഷ്ണോ ഭവത്വജമുഖം ശിരഃ മിത്രസ്യ ചക്ഷുഷേക്ഷേദ ഭാഗം സംബർഹിഷോ ഭഗ. പൂഷാ തു യജമാനസ്യ ദദ്ഭിർജക്ഷതു പിഷ്ടഭുക് ദേവാഃ പ്രകൃതഃ സർവാംഗ യേമ ഉച്ഛേഷണം ദദു. ബാഹുഭ്യാമശ്വിനോ പുഷ്ണോ ഹസ്താഭ്യം കുരുബാഹവഃ ഭവന്തധ്വര്യവശ്ചാന്യേ ബസ്തശ്മശ്രുർഭൃഗുർഭവേത്. മൈത്രേയ ഉവാച. തദാ സർവാണി ഭൂതാനി ശ്രുത്വാ മീഢുഷ്ടമോദിതം പരിതുഷ്ടാത്മഭിസ്താത സാധു സാധ്വിത്യഥാ ബ്രുവൻ. തതോ മീഢ്വാം സമാമന്ത്രിയ ശുനാസീരാ സഹർഷിഭിः ഭൂയസ്തദ്ദേവയജനം സമീഢ്വദ്വേധസോ യയുः. വിധായകാസ്നേന ച തദ് യദാഹ ഭഗവാൻ ഭവഃ സന്ദധൂക്കസ്യ കായേന സവനീയപയോ ശിരഃ. സന്ധീയമാനേ ശിരസി ദക്ഷോ രുദ്രാഭിവീക്ഷിതഃ സദ്യഃ സുപ്തൈവോത്തസ്ഥൗ ദദൃശേ ചാഗ്രതോ മൃഡം. തദാ വൃഷധ്വജദ്വേഷകലിലാത്മാ പ്രജാപതി ശിവാവലോകാദ് അഭവത് ശരദരദ ഇവാമലഃ. ഭവസ്തവായ കൃതധിർ നാശക്നോദനുരാഗതഃ ഔത്കണ്ഠ്യാദ് ബാഷ്പകലയാ സംഭരേതാം സുതാം സ്മരൻ. കൃച്ഛ്രാത് സംസ്തഭ്യജമനഃ പ്രേമവിഹ്വലിതസ്സുധീ ശശംസ നിർവ്യളീകേന ഭാവേനേശം പ്രജാപതിഃ. ദക്ഷ ഉവാച. ഭൂയാനനുഗ്രഹ അഹോ ഭവതാ കൃതോ മേ ദണ്ഡസ്ത്വയാ മൈധൃതോ യദപി പ്രലബ്ധ ന ബ്രഹ്മബന്ധുഷു ച വാം ഭഗവന്നവജ്ഞ. തുഭ്യം ഹരേശ്ച കുത ഏവ ധൃതവ്രതേഷു വിദ്യാതപോ വ്രതധരാൻ മുഖതസ്മ വിപ്രാൻ ബ്രഹ്മാത്മതത്വമവിതും പ്രഥമം ത്വമസ്രാക് തദ്ബ്രാഹ്മണാൻ പരമസർവവിപൽസുപാസി പാലപ്പശൂനിവ വിഭോ പ്രഗൃഹീതദണ്ഡഃ. യോऽസൗ മയാ വിദിതതത്വദൃശാ സഭായാം ക്ഷിപ്തോ ദുരുക്തിവിശിഖൈരഗണയ്യതന്മാം അർവാക്പതന്തമർഹത്തമനിന്ദയാപാദ. ദൃഷ്ട്യാർദ്രയാ സ ഭഗവാൻ സ്വകൃതേന തുഷ്യേത്. മൈത്രേയ ഉവാച. ക്ഷമാപ്യൈവം സമീഢ്വാംസം ബ്രഹ്മണാചാനുമന്ത്രിതഃ കർമ്മസംതാനയാമാസ സോപാധ്യായർത്വികാദിഭിः. വൈഷ്ണവം യജ്ഞസംദത്യേ ത്രികപാലം ദ്വിജോത്തമാഃ പുരോടാശം നിരവപൻ വീരസംസർഗശുദ്ധയേ. അധ്വർയുണാത്തഃ വിഷാ യജമാനോ വിശാംപതേ ധിയാ വിശുദ്ധയാ ദധ്യൗ തഥാ പ്രാദുരഭൂദ്ധരീ. തദാ സ്വപ്രഭയാ തേഷാം ദ്യോതയന്ത്യാ ദിശോ ദശ ഉഷ്ണം സ്തേജ ഉപാനീത സ്ഥാക്ഷേണ സ്തോത്രവാജിന. ശ്യാമോ ഹിരണ്യരശനോർക്കകിരീടജുഷ്ടോ നീലാളകഭ്രമരമണ്ഡിതകുണ്ഡലാസ്യ കമ്പുബ്ജചക്രശരചാപഗദാസി ചർമ്മവ്യഗ്രൈർ ഹിരണ്മയഭുജൈരിവ കർണികാര. വക്ഷ്യസ്യ അധിശ്രിത വധൂർവനമാല്യുദാരഹാസാവലോകകലയാ രമയംശ്ച വിശ്വം പാർശ്വഭ്രമദ്വ്യജനചാമരരാജഹംസ ശ്വേതാതപത്രശശിനോപരി രജ്യമാനഃ. തമുപാഗതമാലക്ഷ്യ സർവേ സുരഗണാദയഃ പ്രണേമുസ്സഹസോത്ഥായ ബ്രഹ്മേന്ദ്രത്രക്ഷനായകാഃ. തത്തേജസാ ഹതരുജസ്സന്നജിഹ്വാ സാധ്വസാഃ മൂർധ്നാധൃതാഞ്ജലിപുടാ ഉപതസ്ഥുരഥോക്ഷജം. അപ്യർവാഗ്വൃത്തയോ യസ്യ മഹിത്വാത്മഭുവാദയഃ യഥാമതി ഗൃണന്തി സ്മ കൃതാനുഗ്രഹവിഗ്രഹം. ദക്ഷോ ഗൃഹീതാർഹണസാധനോത്തമം യജ്ഞേശ്വരം വിശ്വസൃജാം പരം ഗുരും സുനന്ദനന്ദാദ്യനുഗൈർവൃതം മുദാ ഗൃണൻ പ്രപയതേ പ്രേതകൃതാഞ്ജലിഃ. ദക്ഷ ഉവാച. ശുദ്ധം സദാമ്യുപരതാഖില ബുദ്ധ്യവസ്ഥം ചിന്മാത്രമേകമഭയം പ്രതിഷിധ്യമായാം തിഷ്ഠംസ്തയൈവ പുരുഷത്വമുപേത്യ തസ്യാമാസ്തേ ഭവാന പരിശുദ്ധൈവാത്മതന്ത്രം.
ഋത്വിജ ഊജുഃ തത്വം ന തേ വയമനഞ്ജനരുദ്രശാപാത് കർമ്മണ്യവഗ്രഹധിയോ ഭഗവൻ വിദാമ ധർമ്മോപലക്ഷണമിദം ത്രിവദധ്വരാഖ്യം ജ്ഞാതം യദർത്ഥമധിദൈവം അതോ വ്യവസ്ഥാഃ സദസ്യാ ഊജുഃ ഉൽപ്പത്യധ്വന്യശരണ ഉരുക്ലേശ ദുർഗേന്ദഗോഗ്രവ്യാളാൻവിഷ്ടേ വിഷയമൃഗതൃഷ്ണാത്മഗേഹോരുഭാര ദ്വന്ദ്വശ്വഭ്രേ ഖലമൃഗഭയേ ശോകദാവേജ്ഞസാർത്ഥപാദൗഗസ്തേ ശരണദഗദ യാതി കാമോപസൃഷ്ടാഃ രുദ്ര ഉവാച തവ വരദവരാഘ്രാവശിഷേ തവ വരദവരാഘ്രാവാശിഷേഹാഖിലാർത്ഥേ ഹ്യപി മുനിരസക്തൈർ ആദരേണാർഹണീയേ യതിരചിത ധിയം മാ വിദ്യലോകോപവിദ്ധം ജപതി ന ഗണയേ തത്വത് പരാനുഗ്രഹേണ ഭൃഗുരുവാച യന്മായയാ ഗഹനയാപഹൃതാത്മബോധ ബ്രഹ്മാദയസ്തനുഭൃതസ്തമസി സ്വപന്ദ നാത്മൻ ശ്രുതം തവ വിദന്ത്യധുനാപി തത്വം സോയം പ്രസീദതു ഭവാൻ പ്രണതാത്മബന്ധു ബ്രഹ്മോവാച നൈതത്സ്വരൂപം ഭവതോസൗ പദാർത്ഥഭേദഗ്രഹൈഃ പുരുഷോ യാവദീക്ഷേത് ജ്ഞാനസ്യ ചാർത്ഥസ്യ ഗുണസ്യ ചാശ്രയോ മായാമയാദ്വ്യതിരിക്തോ യതസ്ത്വം ഇന്ദ്ര ഉവാച ഇതമപ്യച്യുത വിശ്വഭാവനം വപുരാനന്ദകരം മനോദൃശാം സുരവിദ്വിക്ഷപണൈരുദായുധൈർഭുജദണ്ഡൈരുപപന്നമഷ്ടഭി പത്ന്യ ഊജുഃ യജ്ഞോയം തവ യജനായകേന സൃഷ്ടോ വിധ്വസ്തപശുപതിനാദ്യദക്ഷകോപാദ് തം നസ്ത്വം ശവശയനാഭശാന്തമേധം യജ്ഞാത്മന്നളിനരുച ദൃശാപുനീഹി ഋഷയ ഊജുഃ അനന്വിതം തേ ഭഗവൻ വിചേഷ്ടിതം യദാത്മനാചരസി കർമ്മനാദ്യസേ വിഭൂതയേ യത ഉപസേതുരീശ്വരിം ന മന്യതേ സ്വയമനുവർത്തതിം ഭവാൻ സിദ്ധാ ഊജുഃ അയം ത്വൽകഥാമൃഷ്ടപീയൂഷനദ്യം മനോവാരണക്ലേശദാവാഗ്നിദഗ്ധ തൃഷാർത്തോവഗാഢോ ന സംസ്മാരദാവം ന നിഷ്ക്രാമതി ബ്രഹ്മസമ്പന്നവന്ന യജമാന്യുവാച സ്വാഗതം തേ പ്രസീദേശ തുഭ്യം നമഃ ശ്രീനിവാസ ശ്രിയാ കാന്തയാത്രാഹിന ത്വാമൃതേധീശനാംഗൈർമഖശോഭതേ ശീർഷഹീനക്കബന്ധോ യഥാ പൂരുഷഃ ലോകപാല ഊജു ദൃഷ്ടഃ കിം നോ ദൃഗ്ഭിരസദ്ഗ്രഹൈസ്ത്വം പ്രത്യഗ്ദ്രഷ്ടാ ദൃശ്യത്തെ യേന ദൃശ്യം മായാഹ്യേഷാ ഭവദീയാ ഹി ഭൂമൻ യസ്ത്വം ഷഷ്ഠ പഞ്ചഭിർഭാസി ഭൂതൈഃ യോഗേശ്വരാ ഊജുഃ പ്രേയാന്ന തേന്യോസ്ത്യമുദസ്ത്വയി പ്രഭോ വിശ്വാത്മനീക്ഷേണ പൃഥഗ്യാത്മനഃ അഥാവിഭക്തേശതയോപധാവതാം അനന്യവൃത്യാനുഗൃഹാണവത്സല ജഗദുദ്ഭവസ്ഥിതിലയേഷു ദൈവതോ ബഹുഭിദ്യമാനഗുണയാത്മമായയാ രചിതാത്മഭേദമതയേ സ്വസംസ്ഥയാ വിനിവർത്തിതഭ്രമഗുണാത്മനേ നമഃ ബ്രഹ്മോവാച നമസ്തേ ശ്രുതസത്വായ ധർമാദീനാം ച സൂതയേ നിർഗുണായ ച യൽകാഷ്ഠാം നാഹം പരേപി ച അഗ്നിരുവാച യത്തേജസാഹം സുസമിദ്ധതേജ ഹവ്യം വഹേ സ്വധ്വര ആജ്യസിക്തം തം യജ്ഞിയം പഞ്ചവിധം ച പഞ്ചഭിഃ സ്വിഷ്ടം യജുർഭിഃ പ്രണതോസ്മി യജ്ഞം ദേവാ ഊജുഃ പുരാകൽപാപായേ സ്വകൃതമുരതീകൃത്യ വികൃതം ത്വമേവാദ്യസ്തസ്മിൻ സലില ഉരഗേന്ദ്രാധിശയനേ പുമാൻ ശേഷേ സിദ്ധേർ ഹൃദി വിമൃശിതാധ്യാത്മപദവി സ ഏവാദ്യക്ഷ്ണോർയ പഥി ചരസി ഭൃത്യാനവസിനഃ ഗന്ധർവാ ഊജുഃ അംശാംശാസ്തേ ദേവമരീച്യാദേയത്തെ ബ്രഹ്മേന്ദ്രാദ്യ ദേവഗണാരുദ്രപുരോഗാ ക്രീഡാഭാണ്ഡം വിശ്വമിദം യസ്യ വിഭൂമം തസ്മൈ നിത്യം നാഥ നമസ്തേ കരവാമ വിദ്യാധരാ ഊജുഃ ത്വന്മായയാർത്ഥം അഭിപദ്യകളേബരേസ്മിൻ കൃത്വാ മമാഹമിതി ദുർമതിരുൾപഥൈഃ സ്വൈഃ ക്ഷിപ്തോപ്യസദ്വിഷയലാലസ ആത്മമോഹം യുഷ്മൽകഥാമൃതനിഷേവക ഉദ്യുതസ്യേത് ബ്രാഹ്മണാ ഊജുഃ ത്വം ക്രതുസ്ത്വം ഹവിസ്ത്വം കുദാശസ്വയം ത്വം ഹി മന്ത്രസ്തമിദ്ദർഭ പാത്രാണി ച ത്വം സദസ്യർദ്വിജോ ദമ്പതീ ദേവത അഗ്നിഹോത്രം സ്വധാ സോമ ആദ്യം പശുഃ
ത്വം പുരാഗാം രസായ മഹാസൂകരോ ദംഷ്ട്രയാ പത്മിനീം വാരണേന്ദ്രോ യഥാ സ്തൂയമാനോ നദം ലീലയാ യോഗിഭിർവ്യുജ്ജഹർത്ഥ ത്രയീഗാത്രയജ്ഞക്രതു സപ്രസീദ ത്വമസ്മാകമാകാംക്ഷതാം ദർശനം തേ പരിഭ്രഷ്ടസൽക്കർമ്മണാം കീർത്യമാനേ നൃഭിർനാംനി യജ്ഞേശത്തെ യജ്ഞവിഘ്നാക്ഷയം യാന്തി തസ്മൈ നമാം. ഇവരെയാണ് നമ്മൾ എടുത്തത്. അടുത്തത് 48-ാമത്തെ ശ്ലോകം. മൈത്രേയ ഉവാച ഇതി ദക്ഷ കവിർയജ്ഞം ഭദ്രരുദ്രാവമർഷിതം കീർത്യമാനേ ഋഷികേശേ സംനിന്യേ യജ്ഞഭാവനേ. ഇതി ദക്ഷ കവിർയജ്ഞം ഭദ്രരുദ്രാവമർഷിതം കീർത്യമാനേ ഋഷികേശേ സംനിന്യേ യജ്ഞഭാവനേ. ഇവിടെ അല്ലയോ ഭദ്ര വാത്സല്യനിധേ യജ്ഞഭാവനെ, ആ യജ്ഞങ്ങളുടെ ഭാവിതാവായിരിക്കുന്ന ശ്രീ മഹാവിഷ്ണു ഇങ്ങനെ സ്തുതിക്കപ്പെട്ടുകൊണ്ടിരിക്കെ ആ ശ്രീരുദ്രനാൽ അലങ്കോലപ്പെട്ടതായിരിക്കുന്ന ആ യജ്ഞം ആ ദക്ഷനാൽ വീണ്ടും അവിടെ തുടർന്നു നടത്തി എന്നുള്ളതാണ് പറയുന്നത്. അതാണ് ഇതി ദക്ഷ കവിർയജ്ഞേ ഭദ്രരുദ്രാവമർശിതം കീർത്തിമാനേ ഋഷികേശേ സംനിന്നേ തുടർന്നും ചെയ്തു യജ്ഞഭാവനെ. അപ്പോൾ അതിലത്തെ പദങ്ങൾ ഹേ ഭദ്ര അല്ലയോ വാത്സല്യനിധേ യജ്ഞഭാവനെ, യജ്ഞങ്ങളുടെ അഭാവിതാവായിരിക്കുന്ന ഋഷികേശ കേശേ ആ ശ്രീ മഹാവിഷ്ണു ഇതി ഇങ്ങനെ കീർത്യമാനേ സതി സ്തുതിക്കപ്പെട്ടുകൊണ്ടിരിക്കെ രുദ്രാവമർശിതം ശ്രീരുദ്രനാൽ അലങ്കോലപ്പെട്ടതും ആയിരിക്കുന്ന അയജ്ഞം കവിഹി ക്രാന്തദർശിയായിരിക്കുന്ന ദക്ഷൻ സംനിന്നെ തുടർന്നും നടത്തി. എന്നുകൂടി പറയാം. ഹേ ഭദ്ര അല്ലയോ വാത്സല്യനിധേ യജ്ഞഭാവനെ യജ്ഞങ്ങളുടെ ഭാവിതാവായിരിക്കുന്ന ഋഷികേശേ ശ്രീ മഹാവിഷ്ണു ഇതി ഇങ്ങനെ കീർത്യമാനേ സതി സ്തുതിക്കപ്പെട്ടുകൊണ്ടിരിക്കെ രുദ്രാവമർശിതം ശ്രീരുദ്രനാൽ അലങ്കോലപ്പെടുത്തപ്പെട്ട ആ യജ്ഞം കവിഹി ക്രാന്തദർശിയായിരിക്കുന്ന ദക്ഷൻ സംനിന്നെ തുടർന്നും നടത്തി. അപ്പോൾ ഇതിലത്തെ അന്വയം ഹേ ഭദ്ര യജ്ഞഭാവനേ ഋഷികേശേ ഇതി കീർത്യമാനേ സതി രുദ്രാവമർശിതം യജ്ഞം കവിഹി ദക്ഷ സന്നിന്യേ. ഹേ ഭദ്രേ യജ്ഞഭാവനേ ഋഷികേശേ ഇതി കീർത്യമാനേ സതി രുദ്രാവമർശിതം യജ്ഞം കവിഹി ദക്ഷ സന്നിന്യേ. അതായത് അല്ലയോ വാത്സല്യനിധേ യജ്ഞങ്ങളുടെ ഭാവിതാവായിരിക്കുന്ന ആ ശ്രീ മഹാവിഷ്ണു ഇങ്ങനെ സ്തുതിക്കപ്പെട്ടുകൊണ്ടിരിക്കെ ആ ശ്രീരുദ്രനാൽ അലങ്കോലപ്പെടുത്തപ്പെട്ട ആ യജ്ഞം ക്രാന്തദർശിയായിരിക്കുന്ന ദക്ഷൻ തുടർന്ന് നടത്തി. അല്ലയോ വിതുര ഭഗവാൻ ഇപ്രകാരം സ്തുതിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ക്രാന്തദർശിയായിരിക്കുന്ന ദക്ഷൻ രുദ്രനാൽ സംഹരിക്കപ്പെട്ട ആ യജ്ഞത്തെ പുനരുദ്ധരിച്ച് അനന്തര കർമ്മങ്ങൾ നടത്തി എന്നാണ് അതിൽ പറയണം. നമുക്ക് നോക്കാം. അല്ലയോ വിതുര ഇങ്ങനെ ആ യജ്ഞരക്ഷകനായിരിക്കുന്ന ദക്ഷൻ ശിവനാൽ തകർക്കപ്പെട്ട യജ്ഞത്തെ പിന്നെയും അവിടെ പ്രവർത്തിപ്പിച്ചു. അപ്പോൾ ആ യാഗാദി സൽക്കർമ്മങ്ങളുടെ ആ ഫലദാതാവായിരിക്കുന്ന ഹേ ഭഗവൻ, ഈ സദസ്സിൽ ഞങ്ങൾ പ്രവേശിച്ചുകൊണ്ട് ഞങ്ങളുടെ പുണ്യകർമ്മങ്ങളെല്ലാം നശിച്ചിരിക്കുക ഇന്നലെ പറഞ്ഞു. അപ്പോൾ മൈത്രേയൻ പറയുകയാണ്, ഹേ ഭദ്ര അല്ലയോ ഭദ്രനായിട്ടുള്ളവനെ വിതുര, യാഗാദി സൽക്കർമ്മങ്ങളെ പ്രവർത്തിപ്പിക്കുന്ന ആ സർവാന്തര്യാമിയായിരിക്കുന്ന ആ ഭഗവാനെക്കുറിച്ച് അവിടെയുള്ളവരെല്ലാം തന്നെ മുകളിൽ വിവരിച്ചതുപോലെ ഇതിനു മുമ്പ് പറഞ്ഞ പോലെ സ്തോത്രം ചെയ്ത് അതിനെ കേട്ടതുകൊണ്ടും സ്വയമേവ സ്തോത്രം ചെയ്തുകൊണ്ടും ആ പരിശുദ്ധ അന്ധക്കരണനായിരിക്കുന്ന ആ ദക്ഷ പ്രജാപതി ആ വീരഭദ്രനാൽ നശിപ്പിക്കപ്പെട്ടതായിരിക്കുന്ന ആ യാഗത്തെ രണ്ടാമത് അവിടെ നടത്തി എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞത്. അപ്പോൾ അതിലത്തെ വ്യാഖ്യാനം എന്താ പറഞ്ഞതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. വ്യാഖ്യാനത്തിൽ മൈത്രേയ ഉവാച ഏവം ഭഗവതാദിഷ്ടോ ദക്ഷ, ഇപ്രകാരം ആ ഭഗവാനാൽ
പ്രേരിതനായിട്ട് ആ ദക്ഷൻ സ്വേന യജ്ഞന സ്വന്തം യജ്ഞത്തെ ഹരിം പൂജയിത്വ അങ്ങനെ അല്ല ഏവം കീർത്യമാനേ ഹരൗ ഇപ്രകാരം കീർത്തിക്കപ്പെട്ട ആ ഹരി ഇപ്രകാരം കീർത്തിക്കപ്പെട്ട സ്തുതിക്കപ്പെട്ട ആ ഹരി ദക്ഷോ യജ്ഞം ആ ദക്ഷൻ്റെ യജ്ഞത്തെ പ്രവർത്തയാമാസ രണ്ടാമതും അത് അവിടെ നടത്തി എന്നുള്ളതാണ് പറയുന്നത്. മൈത്രേയ ഉവാച ഏവം കീർത്യമാനേ ഹരൗ ദക്ഷോ യജ്ഞം പ്രവർത്തയാമാസ എന്നുള്ളതാണ് അതിലത്തെ വ്യാഖ്യാനം ആയിട്ട് വരുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. 49-ാമത്തെ ശ്ലോകം. ഭഗവാൻ സ്വേന ഭാഗേന സർവാത്മാ സർവഭാഗഭുക് ദക്ഷം ദക്ഷം ബഭാഷ ആഭാഷ്യ പ്രിയമാണ് ഇവാനഖ. ഭഗവാൻ സ്വേന ഭാഗേന സർവാത്മാ സർവഭാഗഭുക് ദക്ഷം ബഭാഷ ആഭാഷ്യ പ്രിയമാണ് ഇവാനഖ. ഭഗവാൻ സ്വേന ഭാഗേന സർവാത്മാ സർവഭാഗഭുക് ദക്ഷം ബഭാഷ ആഭാഷ്യ പ്രിയമാണ് ഇവാനഖ. അല്ലയോ അനഘ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവേ, പാപങ്ങൾ തീണ്ടിയിട്ടില്ലാത്തവനെ എന്നർത്ഥം. അനഘ സർവാത്മാ സർവാത്മാവും സർവരുടെയും ഭാഗങ്ങളെ ഭുജിക്കുന്നവനും ആയിരിക്കുന്ന ഭഗവാൻ തൻ്റേതായിരിക്കുന്ന ആ ഭാഗം കൊണ്ട് പ്രീതനായവൻ എന്ന പോലെ ആ ദക്ഷനെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ആ ഭഗവാൻ സ്വേന ഭാഗന സ്വന്തം ഭാഗത്തെ സർവാത്മാവായിരിക്കുന്ന ആ സർവഭാഗഭുക് സർവരുടെയും ഭാഗങ്ങളെ ഭുജിക്കുന്ന ആ ഭഗവാൻ ദക്ഷം ബഭാഷ ആ ദക്ഷനെ വിളിച്ച് പറഞ്ഞു. ആഭാഷ ബഭാഷ ആഭാഷ വിളിച്ച് പറഞ്ഞു. എങ്ങനെ? പ്രിയമാണ് ഇവാനഖ. ആ വളരെ പ്രീതിയോട് കൂടിയിട്ട് വളരെ പ്രീതനായി തീർന്നിട്ട് ആ യജ്ഞമൊക്കെ നടത്തി പ്രീതനായി തീർന്നിട്ട് ആ ഭഗവാൻ തൻ്റെ ഭാഗത്തെയൊക്കെ സ്വീകരിച്ച് ആ ദക്ഷനോട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു എന്നാണ് പറയുന്നത്. അതിലത്തെ പദങ്ങൾ നോക്കാം. ഹേ അനഘ അല്ലയോ പരിശുദ്ധാത്മാവേ, സർവാത്മാവും സർവഭാഗഭുക് സർവരുടെയും ഭാഗങ്ങളെ ഭുജിക്കുന്നവരും ആയിരിക്കുന്ന ഭഗവാൻ സ്വേന തൻ്റേതായ ഭാഗേന ആ ഭാഗം കൊണ്ട് പ്രിയമാണഹ പ്രീതനായവൻ ഇവ എന്ന പോലെ ആ ദക്ഷനെ ആഭാഷ്യ വിളിച്ച് ബഭാഷേ പറഞ്ഞു. എന്നുകൂടി പറയാം. ഹേ അനഘ അല്ലയോ പരിശുദ്ധാത്മാവേ, സർവാത്മാവും സർവഭാഗഭുക് സർവരുടെയും ഭാഗങ്ങളെ ഭുജിക്കുന്നവരും ആയിരിക്കുന്ന ഭഗവാൻ അല്ലയോ ഭഗവാനെ, സ്വേന തൻ്റേതായിരിക്കുന്ന ഭാഗേന ഭാഗം കൊണ്ട് പ്രിയമാണഹ പ്രീതനായവൻ ഇവ എന്ന പോലെ ദക്ഷ ആ ദക്ഷനെ ആഭാഷ്യ വിളിച്ചിട്ട് ബഭാഷേ പറഞ്ഞു. അതിലത്തെ അന്വയം വന്നിട്ട് ഹേ അനഘ സർവാത്മാ സർവഭാഗഭുക് ഭഗവാൻ സ്വേന ഭാഗേന പ്രിയമാണഹ ഇവ ദക്ഷം ആഭാഷ്യ ബഭാഷേ. എന്നുകൂടി പറയാം. ഹേ അനഘ സർവാത്മാ സർവഭാഗഭുക് ഭഗവാൻ സ്വേന ഭാഗേന പ്രിയമാണഹ ഇവ ദക്ഷം ആഭാഷ്യ ബഭാഷേ. അതായത് അല്ലയോ പരിശുദ്ധ ആത്മാവേ, ആത്മാവും സർവരുടെയും ഭാഗങ്ങളെ ഭുജിക്കുന്നവരുമായിരിക്കുന്ന ഭഗവാൻ തൻ്റേതായ ആ ഭാഗം കൊണ്ട് പ്രീതനായവൻ എന്ന പോലെ ആ ദക്ഷനെ വിളിച്ച് പറഞ്ഞു. അല്ലയോ വിതുര, സർവാത്മാവും സർവരുടെ ആ യജ്ഞഭാഗങ്ങളും അനുഭവിക്കുന്നവനുമായിരിക്കുന്ന ആ ഭഗവാൻ തൻ്റെ ഭാഗം അനുഭവിച്ച് തൃപ്തനായിട്ടെന്ന പോലെ ആ ദക്ഷനെ വിളിച്ച് ഇപ്രകാരം അരുളി ചെയ്തു. യജ്ഞത്തെ പൂർണ്ണമായും തങ്ങൾ സമർപ്പിക്കാത്തതിനാലാണ് ആ പ്രിയമാണ എന്നവിടെ പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ അരുദ്രഭാഗം പ്രശ്നമാകുമായിരുന്നില്ല. മഹാവിഷ്ണു സർവഭാഗഭുക്കാണെന്ന് ദക്ഷൻ വിസ്മരിച്ചെന്ന ഭാവം ഇവിടെ വരണം. അപ്പോൾ സർവാത്മാവും ഭഗവാനും സർവഭോക്താവും ആണെങ്കിലും അദ്ദേഹം ആ ത്രികപാല രൂപം ആയിരിക്കുന്ന തൻ്റെ ഭാഗത്താൽ സന്തുഷ്ടൻ എന്ന പോലെ ആ ദക്ഷനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു.
ദക്ഷനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു. എല്ലാ ദേവന്മാരിലും ആത്മാവായിരിക്കുന്നത് ആ ശ്രീ മഹാവിഷ്ണു ആകയാൽ എല്ലാവരുടെ ആ ഭാഗത്തെയും ഭക്ഷിക്കുന്നവനാകുന്നെങ്കിലും തനിക്കായിട്ട് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ആ ത്രികപാല ഭാഗത്താൽ പ്രത്യേകം പ്രീതിയെ പ്രാപിച്ചവൻ എന്നുള്ള ഭാവത്തിൽ ഹേ ദക്ഷ എന്ന് സംബോധന ചെയ്തുകൊണ്ട് ഹേ പാപരഹിതനായിരിക്കുന്ന വിദുര ദക്ഷനോട് ഈ വിധം സംഭാഷണം ചെയ്തു. അപ്പം ഇതിൽ വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞത് നോക്കാം. ഭഗവാൻ ഭഗവാനായിരിക്കുന്ന സർവാത്മാവായിരിക്കുന്ന ഭഗവാൻ സർവഭാഗഭുക് യജ്ഞം എല്ലാ ഭാഗത്തെയും എല്ലാവരുടെ ഭാഗത്തെയും സ്വീകരിക്കുന്ന ഭഗവാനോട് ദക്ഷം ബഭാഷേ ദക്ഷൻ പറഞ്ഞു, ഇത്രേ പറയുള്ളൂ. ഭഗവാൻ സർവാത്മാ സർവഭാഗഭുക് ദക്ഷം ബഭാഷേ. ഇതാണ് അതിലത്തെ ആ വ്യാഖ്യാനം. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. 50-ാമത്തെ ശ്ലോകം ഭഗവാൻ പറയുകയാണ് തിരിച്ച് ഇവരോട്, മൈത്രേയനോടും ഇവരോടൊക്കെ പറയുകയാണ്. ശ്രീ ഭഗവാൻ ഉവാച അഹം ബ്രഹ്മാച സർവശ്ച ജഗതഃ കാരണം പരം ആത്മേശ്വര ഉപദ്രഷ്ട സ്വയം ദൃഗവിശേഷണഃ. അഹം ബ്രഹ്മാ ച സർവശ്ച, ഞാൻ ബ്രഹ്മാവും ശിവനും ഒക്കെയാണെന്ന്. ജഗത്തിനും കാരണം, ജഗതഃ കാരണം പരം, എല്ലാറ്റിനും ഉപരിയായിട്ടുള്ളവരും. ആത്മേശ്വര, ആത്മാവിൻ്റെ ഈശ്വരൻ. ഉപദ്രഷ്ട സ്വയം ദൃഗവിശേഷണ, എന്താണ് വികാരരഹിതനായിട്ടുള്ള അവിശേഷണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം ദൃക്, സ്വന്തം ആ പ്രകാശാത്മകൻ ആയിരിക്കണ. അതുപോലെ ഉപദ്രഷ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാക്ഷിയായിരിക്കുന്നത്. ഉപദ്രഷ്ട കൂടെ ഇരുന്ന് വീക്ഷിക്കുന്ന ആൾ, സാക്ഷിയായിരിക്കുന്ന ആൾ. ഇതൊക്കെ ഞാനാകുന്നു. അഹം ബ്രഹ്മാച സർവശ്ച ജഗതഃ കാരണം പരം ആത്മേശ്വര ഉപദ്രഷ്ട സാക്ഷി സ്വയം ദൃക്, സ്വയം ദർശിക്കുന്നവൻ. വിശേഷണ, വിശേഷമായിട്ട് എല്ലാറ്റിനെയും. അവിശേഷണ, സ്വയം ദൃഗ് അവിശേഷണ. അവിശേഷണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വികാരരഹിതൻ ആയിട്ടുള്ള, എല്ലാം ഞാൻ തന്നെയാണെന്ന് പറയുകയാണ്. അഹം ബ്രഹ്മാച സർവശ്ച ജഗതഃ കാരണം പരം ആത്മേശ്വര ഉപദ്രഷ്ട സ്വയം ദൃഗ് അവിശേഷണ ആണ്. അപ്പോൾ അതിലത്തെ പദങ്ങളെ ജഗതഃ, ആ ജഗത്തിൻ്റെ പരം കാരണം, മുഖ്യ കാരണമായും, ആത്മാവായും ചൈതന്യമായും എന്നർത്ഥം. ഈശ്വര, ഈശ്വരനായും, ഉപദ്രഷ്ട സാക്ഷിയായിട്ടും, സ്വയം ദൃക് സ്വയം പ്രകാശകനായിട്ടും, അവിശേഷണ വികാരരഹിതനും ആയുള്ള അഹം നാം തന്നെയാണ് ബ്രഹ്മാവും ശിവനും ഒക്കെ എല്ലാം എന്നാണ് പറഞ്ഞത്. ഒന്നുകൂടി പറയാം. ജഗതഃ, ആ ജഗത്തിൻ്റെ പരം കാരണം, മുഖ്യ കാരണമായും, ആത്മാവായും ചൈതന്യമായും, ഈശ്വര ഈശ്വരനായും, ഉപദ്രഷ്ട സാക്ഷിയായും, സ്വയം ദൃക് സ്വയം പ്രകാശകനായും, അവിശേഷേണ വികാരഹീനനും ആയുള്ള അഹം നാം തന്നെയാണ് ബ്രഹ്മാച ബ്രഹ്മാവും, സർവാച ശിവനും എല്ലാം. അപ്പോൾ ഇതിൽ തന്നെ വന്നിട്ട് ജഗതഃ പരം കാരണം ആത്മാ, ജഗത്തിനും പരമകാരണമായിരിക്കുന്ന ആത്മാവായും ചൈതന്യമായും അർത്ഥം. ഈശ്വര ഉപദ്രഷ്ട സ്വയം ദൃക് അവിശേഷണ അഹം, അങ്ങനെയുള്ള അഹം ഞാൻ ബ്രഹ്മാ സർവഹച്ച എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നുകൂടി പറയാനത്തെ അന്വയം വന്നിട്ട് ജഗതഃ പരം കാരണം ആത്മാ, ഈശ്വര ഉപദ്രഷ്ട സ്വയം ദൃക് അവിശേഷണ അഹം ബ്രഹ്മാ സർവഃ ച. ഇപ്പോൾ ജഗത്തിൻ്റെ ആ മുഖ്യ കാരണമായും
ആത്മാവായും ചൈതന്യമായും ഈശ്വരനായും സാക്ഷിയായും സ്വയം പ്രകാശകനായും വികാരരഹിതനും ആയുള്ള നാം തന്നെയാണ് ആ ബ്രഹ്മാവും ശിവനും എല്ലാം. ഈ പ്രപഞ്ചത്തിൻ്റെ പരമകാരണവും ആത്മാവും ഈശ്വരനും സ്വയം പ്രകാശകനുമായിരിക്കുന്ന ഞാൻ തന്നെയാണ് ബ്രഹ്മാവും ശിവനും. ഇവിടെ യാതൊരു ഞാൻ ആ ജഗത്തിൻ്റെ പരമകാരണവും ആത്മാവും ഈശ്വരനും സാക്ഷിയും സ്വയം പ്രകാശകനും നിരുപാധികനും ആകുന്നു ഞാൻ തന്നെയാണ് ആ ബ്രഹ്മാവും ശിവനും എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കാം. ശ്രീ ഭഗവാൻ പറയാണ്, സകല ഭൂതങ്ങളിലും അന്തര്യാമിയായിട്ട് ഈശ്വരനായിട്ടും സാക്ഷിയായിട്ടും അന്യാപേക്ഷ കൂടാതെ പ്രകാശിക്കുന്നവനായിട്ടും ഇരിക്കുന്ന ഞാൻ തന്നെയാണ് ബ്രഹ്മാവും ശിവനും ലോകത്തിൻ്റെ പരമകാരണവും ആയിരിക്കുന്നവൻ. ഞങ്ങൾക്ക് തമ്മിൽ അല്പവും ഭേദം ഇല്ല. ഒന്നിനോടും സംബന്ധിക്കാതെ തന്നെ സ്വയമേവ എന്നെന്നും നിലനിൽക്കുന്ന ഞാൻ എല്ലാം ആയിട്ടിരിക്കുന്നു എന്ന് സാരം. അതാണ് ഇതിൻ്റെ അർത്ഥമായിട്ട് പറയണത്. അപ്പോൾ വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞത് നോക്കാം. വ്യാഖ്യാനത്തിൽ ശ്രീ ഭഗവാനുവാച അഹം ബ്രഹ്മ ഞാൻ ബ്രഹ്മാവും ച ശിവശ്ച ശിവനും ജഗതഃ പരം കാരണം ജഗത്തിനും ഉപരിയായിട്ടുള്ള കാരണവും ഞാനാകുന്നു. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. അഹം ബ്രഹ്മാച ശിവശ്ച ജഗതഃ പരം കാരണം. അപ്പോൾ അതിൽ ആത്മേശ്വര ആത്മാവിൻ്റെ ഈശ്വരൻ ആത്മാവായിട്ടും ഈശ്വരനായിട്ടും എന്നുള്ളത് അതും കൂടി പറയണം. ആത്മേശ്വരോ മായാമാശ്രിത്യ മായയെ ആശ്രയിച്ചിട്ട് വിശ്വത്തെ സൃഷ്ടിക്കണു രക്ഷിക്കണു. വിശ്വം സൃജൻ രക്ഷൻ ഹരൻ ഇതൊക്കെ ചെയ്യണു. ക്രിയോജിതാം സപ്നം ധാരയാമി ഈ ക്രിയകളൊക്കെ ചെയ്യണ സപ്നിയാണ് ഞാൻ എന്നുള്ളത് ധരിക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അഹം ബ്രഹ്മാച ശിവശ്ച ജഗതഃ പരം കാരണം ആത്മേശ്വരോ. ബാക്കിയുള്ള അടുത്ത ശ്ലോകത്തിൽ മായാമാശ്രിത്യ വിശ്വം സൃജൻ രക്ഷൻ ഹരൻ ക്രിയോജിതാം സപ്ന്യാം ധാരയാമി. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കിയാൽ അതിൽ മനസ്സിലാവും. ആത്മാവിലെ മായയെ സമാവേശിപ്പിച്ചിട്ട് സോഹം ഞാൻ തന്നെ ഗുണമയി ആയിട്ടുള്ള ദ്വിജഹ ഈ സൃഷ്ടിയെ ചെയ്യണു. സൃജൻ രക്ഷൻ ഹരൻ സൃഷ്ടിക്കണു രക്ഷിക്കണു ഹരിക്കണു. വിശ്വം ദധ്രേ ആ വിശ്വത്തിനും കാരണമായിരിക്കുന്ന സപ്നിയായിട്ട് ഈ ക്രിയകളൊക്കെ ചെയ്തിട്ട് ഇരിക്കണു. ക്രിയോചിതാം ആത്മമായാം സമാവിശ്യ സോഹം ഗുണമയീം ദ്വിജ സൃജൻ രക്ഷൻ ഹരൻ വിശ്വം ദധ്രേ സപ്ന്യാം ക്രിയോചിതാം. ഒന്നുകൂടി പറയാം. ആത്മമായാം സമാവിശ്യ സോഹം ഗുണമയീം ദ്വിജ സൃജൻ രക്ഷൻ ഹരൻ വിശ്വം ദധ്രേ സപ്ന്യാം ക്രിയോചിതാം. അല്ലയോ ദ്വിജ ബ്രാഹ്മണശ്രേഷ്ഠ സഹ അഹം ആ ഞാൻ ഗുണമയീം ഈ ഗുണമയിയായിരിക്കുന്ന ആത്മമായാം എൻ്റെ യോഗമായയെ സമാവിശ്യ ആശ്രയിച്ചിട്ട് വിശ്വം ലോകത്തെ സൃജൻ സൃഷ്ടിച്ചും രക്ഷൻ രക്ഷിച്ചും ഹരൻ സംഹരിച്ചുകൊണ്ടും ക്രിയോചിതം അതാത് ക്രിയയ്ക്ക് ഉതകുന്നതായിരിക്കുന്ന സപ്നയായിട്ട് ദധ്രേ ധാരണം ചെയ്തു. ഒന്നുകൂടി പറയാം. ഹേ ദ്വിജ അല്ലയോ ബ്രാഹ്മണ സഹ അഹം ആ ഞാൻ ഗുണമയിയായിരിക്കുന്ന ആത്മമായാം എൻ്റെ യോഗമായയെ സമാവിശ്യ ആശ്രയിച്ചിട്ട് വിശ്വം ലോകത്തെ സൃജൻ സൃഷ്ടിച്ചും രക്ഷൻ രക്ഷിച്ചും ഹരൻ സംഹരിച്ചും കൊണ്ട് ക്രിയോചിതാം അതാത് ക്രിയയ്ക്ക് ഉതകുന്ന സപ്നയെ ദധ്രേ ധരിച്ചു. അപ്പോൾ ഇതിലത്തെ അന്വയം വന്നിട്ട് ഹേ ദ്വിജ സഹ അഹം ഗുണമയീം ആത്മമായാം സമാവിശ്യ വിശ്വം സൃജൻ രക്ഷൻ ഹരൻ ക്രിയോചിതാം സപ്ന്യാം ദധ്രേ. എന്നുകൂടി പറയാം. ഹേ ദ്വിജ സഹ അഹം ഗുണമയീം ആത്മമായാം സമാവിശ്യ വിശ്വം സൃജൻ രക്ഷൻ ഹരൻ ക്രിയോചിതാം സപ്ന്യാം ദധ്രേ. ലയോ ബ്രാഹ്മണ
ഞാൻ ആ ഗുണമയിയായിരിക്കുന്ന എൻ്റെ യോഗമായയെ ആശ്രയിച്ചിട്ട് ലോകത്തെ സൃഷ്ടിച്ചും രക്ഷിച്ചും സംഹരിച്ചും കൊണ്ട് അതാത് ക്രിയയ്ക്കുതകുന്ന സംജ്ഞയെ ധരിച്ചു. അല്ലയോ ദക്ഷ, ഞാൻ ത്രിഗുണാത്മികമായിരിക്കുന്ന ആ മായയെ ആശ്രയിച്ച് വിശ്വത്തെ സൃഷ്ടിക്കുന്നു, രക്ഷിക്കുന്നു, സംഹരിക്കുന്നു. അങ്ങനെ ഓരോ കർമ്മത്തിനും അനുസൃതമായിട്ടുള്ള നാമധേയം സ്വീകരിക്കുന്നു. സതീദേവി കോപാവേശത്താൽ ദക്ഷനെ പരിഹസിക്കുമാറ് ദ്വിജ എന്ന അഭിസംബോധന ചെയ്യുന്നുണ്ട്. അപ്പോൾ ദക്ഷൻ ദ്വിജസംജ്ഞയ്ക്ക് അർഹനെന്ന് ആ ഭഗവാൻ സമർത്ഥിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ബ്രഹ്മൻ ഞാൻ തന്നെ ആ ത്രിഗുണാത്മകം ആയിരിക്കുന്ന ആ യോഗമായയെ അവലംബിച്ച് വിശ്വത്തെ സൃഷ്ടിച്ചും രക്ഷിച്ചും സംഹരിച്ചും അതാത് ക്രിയകൾക്ക് യോജിച്ച ആ ബ്രഹ്മ വിഷ്ണു മഹേശ്വര ആദി സംജ്ഞകളെ സ്വീകരിക്കുന്നു. ഓരോരുത്തർക്കും അതിനനുസരിച്ചുള്ളതായുള്ള ആ ക്രിയകൾ ചെയ്യുന്നതിന് അതിൻ്റെ പേര് സ്വീകരിച്ചിട്ട്. എന്നാൽ ഭേദപ്രീതിക്ക് കാരണം എന്തെന്നും എന്തിനായിട്ട് ആ ഭിന്ന ഭിന്ന ആകൃതികളെ സ്വീകരിച്ചിരിക്കുന്നു എന്നും ഉള്ളതിന് ആകാംക്ഷയ്ക്ക് ആ സമാധാനം പറയാണ്. എന്നെ ആശ്രയിച്ചിരിക്കുന്നതും ഗുണങ്ങളുടെ സ്വരൂപത്തോടു കൂടിയതും ആയ പ്രകൃതിയെ ആശ്രയിച്ചിട്ട് ഞാൻ തന്നെ ലോകത്തെ സൃഷ്ടിച്ചു, രക്ഷിച്ചു, സംഹരിക്കുന്നു. ആ പ്രവൃത്തികൾ നടത്തുവാൻ ഉപകരിക്കുന്ന ഉപാധികളെ സ്വീകരിച്ചിരിക്കുന്നു. പ്രവൃത്തിയെ അനുസരിച്ച് തന്നെ ആ നാമഭേദത്തെയും അംഗീകരിച്ചിരിക്കുന്നു. അങ്ങനെ രജോ ഗുണത്തെ അംഗീകരിച്ചിട്ട് ലോകത്തെ സൃഷ്ടിക്കുന്നതിനാൽ വിഷ്ണു എന്നും, തമോ ഗുണത്തെ അംഗീകരിച്ച് ആ സംഹരിക്കുന്നതിനാൽ ഹരൻ എന്നും സംജ്ഞയായിട്ട് ധരിച്ചിരിക്കുന്നു. ആ വസ്തുഭേദമില്ല, രൂപഭേദം മാത്രമേ ഉള്ളൂ. രൂപഭേദത്തെ സൂചിപ്പിക്കുവാൻ നാമഭേദങ്ങളും ഇവിടെ സ്വീകരിക്കണം. അപ്പോൾ രജോ ഗുണത്തെ അംഗീകരിച്ചിട്ട് ലോകത്തെ സൃഷ്ടിക്കുന്നതിനാൽ വിഷ്ണു എന്നും, തമോ ഗുണത്തെ അംഗീകരിച്ച് ആ സംഹരിക്കുന്നതിനാൽ ഹരൻ എന്ന സംജ്ഞയെ സ്വീകരിക്കുന്നു. സൃഷ്ടിക്കുന്നത് ആ ബ്രഹ്മദേവൻ, സ്വരൂപത്തെ അവലംബിച്ച് സൃഷ്ടി നടത്തുന്നു. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന വ്യാഖ്യാനം നോക്കാം നമുക്ക്. വ്യാഖ്യാനം പറഞ്ഞു കഴിഞ്ഞ ഇതിൽ തന്നെ പറഞ്ഞു. ആത്മേശ്വരോ മായാമാശ്രിത്യ, മായയെ ആശ്രയിച്ച് വിശ്വം സൃജൻ രക്ഷൻ ഹരൻ ക്രിയോജിതാം, ക്രിയകൾക്ക് അനുസരിച്ച് ഉള്ള സംജ്ഞകളെ, അതായത് മഹാവിഷ്ണു, മഹാദേവൻ, ബ്രഹ്മാവ് തുടങ്ങിയ സംജ്ഞകളെ ധരിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. 52-ാമത്തെ ശ്ലോകം. തസ്മിൻ ബ്രഹ്മണ്യദ്വിതീയേ കേവലേ പരമാത്മനി ബ്രഹ്മരുദ്രൗ ച ഭൂതാനി ഭേദേന ആജ്ഞാനുപശ്യതി. തസ്മിൻ ബ്രഹ്മണ്യദ്വിതീയേ കേവലേ പരമാത്മനി ബ്രഹ്മരുദ്രൗ ച ഭൂതാനി ഭേദേനാജ്ഞോനുപശ്യതി. അപ്രകാരം ആ പരമാത്മാവും അതുപോലെ അദ്വിതീയവും ആയിരിക്കുന്ന കേവലവുമായിരിക്കുന്ന ആ ബ്രഹ്മത്തിൽ ആ അജ്ഞാനിയായിരിക്കുന്ന ആൾ ഭേദേനാജ്ഞോനു, അജ്ഞാനികളെന്നർത്ഥം, അജ്ഞാനിയായവൻ, അവർ ബ്രഹ്മാവ്, രുദ്രൻ ഇവരെയും ആ ചരാചരങ്ങളെയും വെവ്വേറെയായിട്ട് അനുപശ്യ കാണുന്നു എന്നർത്ഥം. അതാണ് തസ്മിൻ ബ്രഹ്മണ്യ അദ്വിതീയേ കേവലേ പരമാത്മനി. അങ്ങനെയുള്ള അദ്വിതീയ ബ്രഹ്മത്തിൽ, കേവലമായിട്ടുള്ള പരബ്രഹ്മത്തിൽ ആ ബ്രഹ്മാവിൻ്റെയും രുദ്രൻ്റെയും ഒക്കെ രൂപത്തെ ഭേദഭാവത്തോട് കൂടിയിട്ട്, ഇല്ലെങ്കിൽ ഭൂതങ്ങൾ, ഇവയൊക്കെ പഞ്ചഭൂതങ്ങൾ എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള പഞ്ചതന്മാത്രകൾ അതൊക്കെ പറഞ്ഞ് വെവ്വേറെയായിട്ട് അജ്ഞന്മാർ, അജ്ഞോനു, അജ്ഞന്മാർ, അറിവില്ലാത്തവർ അങ്ങനെയൊക്കെ ഭേദബുദ്ധിയോട് കൂടിയിട്ട് ഇതൊക്കെ അതാണെന്ന് ധരിച്ചിരിക്കുന്നു എന്നർത്ഥം. അപ്പോൾ തസ്മിൻ, അപ്രകാരം, പരമാത്മനി, പരമാത്മാവും, അദ്വിതീയവും, കേവലവും ആയിരിക്കുന്ന ബ്രഹ്മണി, ആ ബ്രഹ്മത്തിൽ, അജ്ഞാനിയായിരിക്കുന്നവൻ, ബ്രഹ്മരുദ്രൗ, ബ്രഹ്മാവ്, രുദ്രൻ ഇവരെയും, ഭൂതാനിച്ച, ചരാചരങ്ങളെയും, ഭേദേന, വെവ്വേറെയായിട്ട്, അനുപശ്യതി, കാണുന്നു. എന്നുകൂടി പറയാം. തസ്മിൻ, അപ്രകാരം, പരമാത്മനി, പരമാത്മാവും, അദ്വിതീയവും, കേവലവും ആയിരിക്കുന്ന ബ്രഹ്മണി, ആ ബ്രഹ്മത്തിൽ, അജ്ഞാനിയായവൻ, ബ്രഹ്മരുദ്രൗ, ബ്രഹ്മാവ്, രുദ്രൻ ഇവരെയും, ഭൂതാനിച്ച, ചരാചരങ്ങളെയും,
ഭേദേന വെവ്വേറെയായിട്ട് അനുപശ്യതി കാണുന്നു. അതിലത്തെ അന്വയം വന്നിട്ട് തസ്മിൻ പരമാത്മനി അദ്വിതീയേ കേവലേ ബ്രഹ്മണി അജ്ഞഃ ബ്രഹ്മരുദ്രൗ ഭൂതാനി ച ഭേദേന അനുപശ്യതി എന്നുള്ളതാണ് ഇത്തെ അന്വയം. തസ്മിൻ പരമാത്മനി അദ്വിതീയേ കേവലേ ബ്രഹ്മണി അജ്ഞഃ ബ്രഹ്മരുദ്രൗ ഭൂതാനി ച ഭേദേന അനുപശ്യതി. ആ പ്രകാരം ആ പരമാത്മാവും അദ്വിതീയവും കേവലവുമായിരിക്കുന്ന ആ ബ്രഹ്മത്തിൽ അജ്ഞാനിയായിരിക്കുന്നവൻ ബ്രഹ്മാവ് രുദ്രൻ ഇവരെയും ചരാചരങ്ങളെയും വെവ്വേറെയായിട്ട് കാണുന്നു. കേവലവും പരമാത്മാവുമായ അദ്വൈത ബ്രഹ്മത്തിൽ ബ്രഹ്മാവ് രുദ്രൻ ഭൂതങ്ങൾ എന്നിവ അജ്ഞന്മാർ വ്യത്യസ്ത സ്വഭാവത്തിൽ കാണപ്പെടുന്നു എന്നർത്ഥം. അപ്പോൾ കേവലം പരമാത്മാഭൂതനും അദ്വിതീയ ബ്രഹ്മവുമായ എന്നിൽ അജ്ഞന്മാർ ബ്രഹ്മരുദ്രന്മാരെയും ഭൂതങ്ങളെയും വേറിട്ട് കാണുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നെ അസർവാത്മന ഭജിക്കുന്ന വിദ്വാനാകട്ടെ, എന്നാൽ എന്തുകൊണ്ടാണ് ജനങ്ങൾ ബഹുഭേദം ആയിട്ട് കാണുന്നതെന്നുള്ള പറയുന്നത് എന്ന ചോദ്യത്തിന് അജ്ഞാനം തന്നെയാണ് അതിന് കാരണം. ഭേദഭാവത്തിന് കാരണം അജ്ഞാനം ആണെന്ന് കാണിക്കുകയാണ്. അപ്പോൾ ബ്രഹ്മം പരമാർത്ഥത്തിൽ അദ്വിതീയവും സർവസംഗരഹിതവും അതുപോലെ സർവസാക്ഷിയും ആകുന്നു. ആ കേവല ബ്രഹ്മം തന്നെ ആണ് ഞാൻ. അപ്രകാരം ഇരിക്കുന്ന എൻ്റെ ആ കേവലമായിരിക്കുന്ന ആവേശം നിമിത്തം അറിവാൻ അശക്തനായിരിക്കുന്നവൻ ആ ബ്രഹ്മാവ് വേറെ, ശിവൻ വേറെ, വിഷ്ണു വേറെ, ഭൂതങ്ങൾ വേറെ എന്നിങ്ങനെ ഓരോന്നിനെയും ഒന്നോടൊന്ന് സംബന്ധമില്ലാതിരിക്കുന്ന ഭിന്ന ഭിന്ന വസ്തുക്കൾ എന്ന് ധരിക്കുന്നു. അജ്ഞാനം തന്നെ ആ ഭേദദർശനത്തിന് കാരണം ആയിട്ട് പറയുന്നത് അജ്ഞാനാണ്. അപ്പോൾ നമുക്ക് അതിലത്തെ വ്യാഖ്യാനത്തിൽ പറയുന്നത് പാരക്യബുദ്ധിം ന കുരുത്തേ അല്ല ഏവം ഭൂതേ ഇപ്രകാരം ഭൂതേ ഭൂതങ്ങളെ മയി എന്നിൽ ബ്രഹ്മരുദ്രൗ ബ്രഹ്മരുദ്രാദികളെ ഭൂതങ്ങളെയൊക്കെ ഭൂതാനിച്ച ഭേദേന ഇപ്രകാരം എന്നിൽ ബ്രഹ്മരുദ്രൗ ഭൂതാനി ബ്രഹ്മാവ് രുദ്രൻ ഭൂതങ്ങൾ എന്നുള്ള ഭേദഭാവത്തോടുകൂടി യഹ പശ്യതി ആരാണോ എന്നെ ദർശിക്കുന്നത് അവർ സോജ്ഞഃ അവർ അജ്ഞന്മാരാകുന്നു. ഏവം ഭൂതേ മയി ബ്രഹ്മരുദ്രൗ ഭൂതാനി ച ഭേദേന യഹ പശ്യതി സോജ്ഞഃ അവർ അജ്ഞന്മാരാവുന്നു എന്നതാണ് പറയുന്നത്. അപ്പോൾ 53-ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. യഥാ പുമാൻ ന സ്വാംഗേഷു ശിരപ്പാണ്യാദിഷു ക്വചിൽ പാരക്യബുദ്ധിം കുരുതേ ഏവം ഭൂതേഷു മത്പരഃ. യഥാ പുമാൻ ന സ്വാംഗേഷു ശിരപ്പണ്യാദിഷു ക്വചിൽ പാരക്യബുദ്ധിം കുരുതേ ഏവം ഭൂതേഷു മത്പരഃ. ഇപ്പോൾ സ്വന്തം ആ ശരീരാവയവങ്ങളായിരിക്കുന്ന ആ ശിരസ് കൈ മുതലായവയിൽ അന്യത്വം അതൊക്കെ വെവ്വേറെയാണെന്ന് ഒരിക്കലും ആരും കരുതുന്നില്ലയോ, ആരും കരുതണമെന്നില്ല. അപ്രകാരം തന്നെ മത്പരഃ എന്നിൽ പ്രിയനായിരിക്കുന്ന പുരുഷൻ ഈ ഭൂതങ്ങളിലും ജീവജാലങ്ങളിലും ഒന്നും അങ്ങനെ വ്യത്യാസം കാണില്ല എന്നുള്ളതാണ് പറയുന്നത്. യഥാ പുമാൻ ന സ്വാംഗേഷു ശിരപ്പാണ്യാദിഷു ക്വചിൽ പാരക്യബുദ്ധിം കുരുതേ ഏവം ഭൂതേഷു മത്പരഃ. സ്വാംഗേഷു സ്വന്തം ആ ശരീരാവയവങ്ങളായിരിക്കുന്ന ശിരപ്പാണ്യാദിഷു ആ തലാ കൈ മുതലായവയിൽ പാരക്യബുദ്ധി അന്യത്വം ക്വചിൽ ഒരിക്കലും യഥാ എപ്രകാരം ന കുരുതേ എപ്രകാരം അതിലൊന്നും വ്യത്യാസം ഉണ്ടെന്ന് കരുതുന്നില്ലയോ ഏവം അപ്രകാരം മത്പരഃ എന്നിൽ പ്രിയനായിരിക്കുന്ന പുമാൻ ആ പുരുഷൻ ഭൂതേഷു ജീവജാലങ്ങളിലും അങ്ങനെ അന്തരം ആ ഭേദം ഭാവം കാണില്ല എന്നുള്ളതാണ് പറയുന്നത്. പദങ്ങളൊന്നും കൂടി പറയാം. സ്വാംഗേഷു സ്വന്തം ശരീരാവയവങ്ങളായിരിക്കുന്ന ശിരപ്പാണ്യാദിഷു തലാ കൈ മുതലായവയിൽ പാരക്യബുദ്ധിം അന്യത്വം ക്വചിൽ ഒരിക്കലും യഥാ എപ്രകാരം ന കുരുതേ കരുതുന്നില്ലയോ ഏവം അപ്രകാരം മത്പരഃ
എന്നിൽ പ്രിയനായിരിക്കുന്ന പുമാൻ പുരുഷൻ ഭൂതേഷു ആ ജീവജാലങ്ങളിലും അന്തരങ്ങളെ കാണുന്നില്ല എന്നർത്ഥം. അപ്പോൾ അതിലത്തെ അന്വയം വന്നിട്ട് സ്വാംഗേഷു ശിരപ്പാണ്യാദിഷു പാരക്യബുദ്ധിം ക്വചിൽ യഥാ ന കുരുതേ ഏവം മത്പരഃ പുമാൻ ഭൂതേഷു. എന്നുകൂടി പറയാം. സ്വാംഗേഷു ശിരപ്പാണ്യാദിഷു പാരക്യബുദ്ധിം ക്വചിൽ യഥാ ന കുരുതേ ഏവം മത്പരഃ പുമാൻ ഭൂതേഷു. അപ്പോൾ സ്വന്തം ശരീരാവയവങ്ങളായിരിക്കുന്ന ആ തലാകൈ മുതലായവയിൽ അന്യത്വം ഒരിക്കലും എപ്രകാരം കരുതുന്നില്ലയോ അപ്രകാരം ആ എന്നിൽ പ്രിയനായിരിക്കുന്ന ആ പുരുഷൻ ആ ജീവജാലങ്ങളിലും അന്തരം കാണുന്നില്ല എന്നർത്ഥം. ഒരാൾ തൻ്റെ ആ ശരീരത്തിലെ ശിരസ്, കയ്യ് മുതലായ അംഗങ്ങൾ അന്യൻ്റേതാണെന്ന് ഒരിക്കലും കരുതാത്ത പോലെ, അല്ലെങ്കിൽ അന്യങ്ങളാണെന്ന് കരുതാത്ത പോലെ എൻ്റെ ഭക്തൻ ആ ഭൂതങ്ങളിലും ഭേദത്തെ ദർശിക്കുന്നില്ല എന്നതാണ് പറയുന്നത്. അപ്പോൾ മനുഷ്യൻ തൻ്റെ ശിരസ് മുതലായ അവയവങ്ങളിൽ ഇത് വേറെ ഒരാളിൻ്റേതാണെന്ന് വിചാരിക്കാത്തതുപോലെ എന്നെ സർവഥാ ആശ്രയിച്ചവൻ ആ പ്രാണികളിൽ ഭേദബുദ്ധിയെയും വഹിക്കണില്ല. അപ്പോൾ എന്നെ ആ സർവാത്മനാ ഭജിക്കുന്ന ആ വിദ്വാനാകട്ടെ ഭേദബുദ്ധിയെ അവലംബിക്കുന്നില്ലെന്ന് ദൃഷ്ടാന്തപൂർവ്വം ബോധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഏതൊരു പുരുഷനും തൻ്റെ ശിരസ്, കൈകാലുകൾ മുതലായ അവയവങ്ങൾ അന്യരെ സംബന്ധിച്ചതാണെന്ന് ഏതൊരു കാലത്തും ഏതുവിധം വിചാരിക്കുകയില്ലയോ അതുപോലെ തന്നെ എന്നെ സർവഥാ ഭജിക്കുന്നവൻ സകല ഭൂതങ്ങളിലും മാത്രം അല്ലാതെ ഭേദത്തെ കാണുന്നില്ല. കാണപ്പെടുന്ന ചരാചരാത്മക സർവഭൂതങ്ങളും യാതൊരുത്തരുടെ ആ സ്വരൂപങ്ങളോ വാസ്തവത്തിൽ ആ ഏകഭാവം ആരിൽ ഇരിക്കുന്നുവോ അപ്രകാരം ഇരിക്കുന്നവരാണ് ആ ബ്രഹ്മാവും വിഷ്ണുവും ശിവനും എന്ന് വേണ്ട സർവഭൂതങ്ങളും എന്ന് കാണുവാനുള്ള ശക്തി ആർക്ക് സിദ്ധിച്ചിരിക്കുന്നുവോ അയാൾ ശാന്തസ്വരൂപനായിരിക്കുന്ന എന്നെ പ്രാപിക്കുന്നു. ഈ ദർശനത്തിനുള്ള യോഗ്യത സിദ്ധിച്ചവർ തന്നെയാണ് ബ്രാഹ്മണർ. അത് അടുത്ത ശ്ലോകത്തിൽ കുറച്ചും കൂടി വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ യഥാ പുമാൻ സ്വാംഗേഷു ശിവപാണ്യാദിഷു ക്വചിൽ പാരക്യബുദ്ധിം കുരുത്തേ ഏവം ഭൂതേഷു മത്പരഃ. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് മത്പരോ എന്നിൽ ഇഷ്ടമുള്ള എന്നെ ആശ്രയിച്ചിരിക്കുന്നവർ ഭൂതേഷു ഭൂതങ്ങളിലും പാരക്യബുദ്ധിം ന കുരുത്തേ ആ ഭേദഭാവത്തെ ദർശിക്കുന്നില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. മത്പരോ ഭൂതേഷു പാരക്യബുദ്ധിം ന കുരുതേ യഥാ നരഃ എപ്രകാരം ആ നരൻ ആ മനുഷ്യൻ സ്വാംഗേഷു തൻ്റെ ശരീരത്തിലെ ശിരസ്ത്, ഹസ്തം, പാണി, പാദം ഒക്കെ തുടങ്ങിയവ മറ്റൊന്നിൻ്റേതാണെന്ന് കരുതുന്നില്ല. പാരക്യബുദ്ധിം അതിൽ പാരക്യബുദ്ധിം ന കുരുതേ കരുതുന്നില്ലയോ അത് പ്രകാരം ആ ഭൂതങ്ങളിലും അവർ സമാനത ദർശിക്കുന്നു. അപ്പോൾ മത്പരാ ഭൂതേഷു പാരക്യബുദ്ധിം ന കുരുത യഥാ നരഃ സ്വാംഗേഷു ശിരോ ഹസ്തപാദാദിഷു പാരക്യബുദ്ധിം ന കുരുതേ അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. 54-ാമത്തെ ശ്ലോകം. ത്രയാണം ഏകഭാവാനാം യോ ന പശ്യതി വൈഭിതാം. അപ്പോൾ ഈ മൂന്ന് ഇതിൽ ശിവൻ, വിഷ്ണു, ബ്രഹ്മാവ് എന്നുള്ളതിൽ ഏകഭാവം ഒരേ ഭാവം ദർശിക്കണം എന്നർത്ഥം. ഏകഭാവാനാം യോ ന പശ്യതി ആരാണോ അങ്ങനെ ദർശിക്കാത്തത് ഭിതാം സർവഭൂതാത്മനാം ബ്രഹ്മൻ സ ശാന്തിമധിഗച്ഛതി അവർക്ക് ശാന്തി ലഭിക്കില്ല. നേരെ മറിച്ച് എല്ലാറ്റിലും ഇരിക്കുന്ന ഭഗവാനെ ഒന്നാണെന്ന് ദർശിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ മനസ്സിൽ ആ ശാന്തി അവർക്ക് പ്രാപിക്കാൻ സാധിക്കുള്ളൂ എന്നർത്ഥം. ത്രയാണം ഏകഭാവാനാം യോ ന പശ്യതി വൈഭിതാം സർവഭൂതാത്മനാം ബ്രഹ്മൻ സ ശാന്തിമധിഗച്ഛതി. അല്ലയോ ബ്രാഹ്മണനായിരിക്കുന്ന ദക്ഷ
ഏകഭാവാനാം ആ ഏകസ്വരൂപന്മാരും സർവഭൂതാത്മനാം ആ ജീവജാലങ്ങളുടെയും ആത്മാവും ആയിരിക്കുന്ന ത്രയാണാം ആ ത്രിമൂർത്തികളുടെ ഇടയിൽ യഹ ആരാണോ ഭിദാം വൈ ആ പരസ്പരഭേദം ന പശ്യതി ദർശിക്കാത്തത് സഹ അവൻ ശാന്തിം ശാശ്വതമായിരിക്കുന്ന ശാന്തിയെ അധിഗച്ഛതി പ്രാപിക്കണു എന്നാണ് പറയുന്നത്. അപ്പോൾ ഹേ ബ്രഹ്മൻ അല്ലയോ ബ്രാഹ്മണനായിരിക്കുന്ന ദക്ഷ ഏകഭാവാനാം ആ ഏകസ്വരൂപന്മാരും സർവഭൂതാത്മനാം സർവജീവജാലങ്ങളുടെയും ആത്മാവും ആയിരിക്കുന്ന ത്രയാണാം ആ ത്രിമൂർത്തികളുടെ ഇടയിൽ യഹ ആരാണോ ഭിദാം വൈ പരസ്പരഭേദം ആരാണോ പരസ്പരഭേദം ന പശ്യതി ദർശിക്കാത്തത് സഹ അവൻ ശാന്തിം ശാശ്വതമായിരിക്കുന്ന ശാന്തിയെ അധിഗച്ഛതി പ്രാപിക്കുന്നു. അപ്പോൾ ഇതിലത്തെ അന്വയം വന്നിട്ട് ഹേ ബ്രഹ്മൻ ദക്ഷ ഏകഭാവാനാം സർവഭൂതാത്മനാം ത്രയാണാം യഹ ഭിദാം വൈ ന പശ്യതി സഹ ശാന്തിം അധിഗച്ഛതി. എന്നുകൂടി പറയാം. ഹേ ബ്രഹ്മൻ ദക്ഷ ഏകഭാവാനാം സർവഭൂതാത്മനാം ത്രയാണാം യഹ ഭിദാം വൈ ന പശ്യതി സഹ ശാന്തിം അധിഗച്ഛതി. അല്ലയോ ആ ബ്രാഹ്മണനായിരിക്കുന്ന ദക്ഷ ആ ഏകസ്വരൂപന്മാരും ആ സർവജീവജാലങ്ങളുടെയും ആത്മാവുമായിരിക്കുന്ന ആ ത്രിമൂർത്തികളുടെ ഇടയിൽ ആരാണോ പരസ്പരഭേദം ദർശിക്കാത്തത് അവൻ ശാശ്വതമായിരിക്കുന്ന ശാന്തിയെ പ്രാപിക്കുന്നു. അല്ലയോ ദക്ഷ ബ്രഹ്മൻ ദക്ഷ സർവഭൂതങ്ങളുടെയും ആത്മാവായ ആ ത്രിമൂർത്തികളിൽ ഭേദഭാവം ആരാണോ ദർശിക്കാത്തത് അവൻ ശാന്തിയെ പ്രാപിക്കുന്നു. ബ്രഹ്മൻ ഒരേ ഒരു സ്വരൂപത്തോടു കൂടിയവനും സർവഭൂതാത്മാക്കളുമായ ആ ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാർക്ക് ഭേദം ദർശിക്കാത്ത പുണ്യാത്മാവാണ് ശാന്തി നേടുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞു അത് ഈ കാണപ്പെടുന്ന ചരാചര സർവഭൂതങ്ങളും ആ യാതൊരുത്തരുടെ സ്വരൂപങ്ങളോ വാസ്തവത്തിൽ ഏകഭാവം ആരിൽ ഇരിക്കുന്നുവോ അപ്രകാരം ഇരിക്കുന്നവരാണ് ബ്രഹ്മാവും വിഷ്ണുവും ശിവനും എന്നുവേണ്ട സർവഭൂതങ്ങളും എന്നു കാണുവാനുള്ള ശക്തി ആർക്ക് സിദ്ധിച്ചിരിക്കുന്നുവോ അവർ ശാന്തസ്വരൂപനായിരിക്കുന്ന എന്നെ പ്രാപിക്കണു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനം വന്നിട്ട് സർവത്രൈക്യേന എല്ലാവരിലും ഐക്യം. മൂന്ന് ബ്രഹ്മാ വിഷ്ണു ശിവന്മാർ അവരിൽ ഐക്യം നയ്യപ്പശ്യതി കാണാത്തവർ വ്യത്യാസം കാണാത്തവർ സശാന്തിം പ്രാപ്നോതി അവർ ശാന്തിയെ പ്രാപിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഹരേ കൃഷ്ണ. അപ്പോൾ ഇന്ന് 48-ാമത്തെ ശ്ലോകം തുടങ്ങി. 48-ാമത്തെ ശ്ലോകം തുടങ്ങിയിട്ട് 54-ാമത്തെ ശ്ലോകം വരെയാണ് നമ്മൾ ചൊല്ലിയിരിക്കുന്നത്, പഠിച്ചിരിക്കുന്നത്. 48 to 54. ഹരേ കൃഷ്ണ.